അമ്മേ ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. അതെ, ആ പെണ്ണ് മുങ്ങിയതാ. പാവ എന്റെ ശ്രീയേട്ടൻ. മോളെ, എടീ നമ്മുടെ കൂടെ ദൈവമുണ്ട്. അതുകൊണ്ടല്ലേ മുഹൂർത്തത്തിന് തൊട്ട് മുമ്പ് ആ പെണ്ണിന് ഓടിപ്പോന്നേ. എന്തായാലും കല്യാണം മുടങ്ങിയല്ലോ, എനിക്കത് മതി. കല്യാണം അത് മുടങ്ങില്ല. കല്യാണം മുടങ്ങിയില്ലേ? നിങ്ങൾ എന്താ മനുഷ്യ പറയുന്നേ? എന്റെ സാവിത്രി, മുഹൂർത്തത്തിന് നമ്മുടെ ശ്രീനാഥന്റെ കല്യാണം നടക്കണം. അത് നമ്മൾ നടത്തും. അമൃത ഓടിപ്പോയില്ലേ, ഇനി എങ്ങനെ മുഹൂർത്തത്തിന് കല്യാണം നടക്കും? ഇപ്പോ ഇവിടെ നടക്കാൻ പോണ പൂരം നീ കണ്ടോ? വിളിച്ചു വരുത്തി അപമാനിച്ചു എന്ന് കാരണം പറഞ്ഞ് ആ പുത്തം പറക്കലുകാരെ ഞാനിന്ന് വലിച്ചു കീറും. ഓ എന്റെ മനുഷ്യ, നിങ്ങൾ പുത്തമ്പുരയ്ക്കലാരുടെ മെക്കിട്ട് കയറിട്ട് നമുക്കെന്താ ഗുണം? എടീ, നമ്മുടെ ചെറുക്കന്റെ കല്യാണം മുടങ്ങിയത്. അതെ, നമ്മളൊക്കെ സാധാരണക്കാരാ. നമുക്ക് വന്ന നാണക്കേടേ അത് തൂത്തോലും തുടച്ചാലും മാറില്ല. നിശ്ചയിച്ച അതേ മുഹൂർത്തത്തിൽ ഇതേ മണ്ഡപത്തിൽ വെച്ച് നമ്മുടെ ശ്രീനാഥന്റെ കല്യാണം നടത്തണമെന്ന് ഞാൻ അങ്ങ് പറയും. ശ്രീനാഥന്റെ ഭാവിയുടെ കാര്യമല്ലേ, ചേച്ചിക്കത് സമ്മതിച്ചേ പറ്റൂ. അല്ല, നിങ്ങൾ എന്തായി പറഞ്ഞു വരുന്നേ? അതെ സാവിത്രി, നീ നമ്മുടെ അമ്പിളി മോളെ ഒന്ന് നന്നായിട്ട് അണിയിച്ച് ഒരുക്കി നിർത്തിക്കോ. ഇവിടെ നടക്കാൻ പോകുന്നതേ ശ്രീനാഥന്റെയും നമ്മുടെ അമ്പിളി മോളുടെയും വിവാഹ.